ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു കിടിലൻ പ്രോഡക്റ്റിൻ്റെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടി എന്നുള്ള ഒരു ഫീഡ്ബാക്കൊക്കെ കസ്റ്റമറെ കിട്ടിയപ്പോൾ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് തന്നെ ഇന്ന് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് സ്കിൻ നന്നായിട്ട് ഗ്ലോവിങ് ആവാനും സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും പാടുകൾ മാറാനും ഒക്കെ ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ബ്യൂട്ടി തൈലത്തെ കുറിച്ചാണ്. ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ട്, ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എങ്കിലും ഇത് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതെന്ന് പറയുമ്പോൾ വളരെ സന്തോഷം. ഒരു ഒറ്റ തുള്ളിയാണ് ഒരു ദിവസം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഒരാഴ്ച കൊണ്ടൊക്കെ തന്നെ അതിനൊരു മാറ്റം കാണാണ്. അപ്പോൾ ഞാനൊക്കെ ഒരുപാട് നാളാവുമെന്നാണ് ഇതിനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ കസ്റ്റമർ അത് ഉപയോഗിക്കുമ്പോൾ വരുന്ന ഫീഡ്ബാക്കുകൾ നിങ്ങളെ അറിയിക്കുമ്പോൾ നിങ്ങൾക്കും അത് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നവരുണ്ട്, ഇത് എത്ര നാൾ കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് കിട്ടാമെന്നൊക്കെ, ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടോ. അപ്പോൾ എന്താണ് ആ കാര്യം എന്ന് അറിയാനായിട്ട് കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ കുറേ വീഡിയോ ചെയ്തിട്ട്, കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം ഒക്കെ കണ്ണിൽ കുരു വന്നിട്ടുണ്ടായിരുന്നു, അതിനാണ് മുന്നേ ബാക്ക് പെയിൻ ആയിരുന്നു, അങ്ങനെയൊക്കെ കുറേ റെസ്റ്റിലായിരുന്നു. അതിന് ശേഷം പിന്നെ നമ്മുടെ ഈസ്റ്റർ അല്ലേ, ദുഃഖവെള്ളി, പെസഹ, അതൊക്കെ ഞങ്ങൾക്ക് പള്ളിയിലേക്ക് പോലും അന്നത്തെ ദിവസങ്ങളൊന്നും ജോലികളൊന്നും നമ്മൾ ചെയ്യാത്ത, വീട്ടിലത്തെ കാര്യങ്ങൾ മാത്രം ചെയ്യും, അല്ലാതെ ചെയ്യാത്ത ഒരു ദിവസങ്ങൾ ആചരിക്കേണ്ട ദിവസങ്ങളാണ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഒട്ടും താമസിയാതെ നമുക്ക് കിടക്കാം. ഓരോ ഡ്രോപ്സിലും നമ്മുടെ സ്കിൻ ഗ്ലോവിങ് ആക്കാനുള്ള നേച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ തയ്യാറാക്കിയത് ആയുർവേദ വിധി പ്രകാരം തന്നെ തയ്യാറാക്കിയ നമ്മുടെ കുങ്കുമാതി തൈലാണ് കേട്ടോ. ഇതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുന്ന ബോട്ടിൽ നമ്മൾ സ്ഥിരം കൊടുക്കുന്ന ബോട്ടിലല്ല, അതിനേക്കാളും വലിപ്പമുള്ളതാണ് കേട്ടോ. കാരണം നമ്മൾ ഇതിനേക്കാളും കുറച്ച് കുറവുള്ളത്, അതായത് 10 ml ആണ് ക്വാണ്ടിറ്റി, മിനിമം ക്വാണ്ടിറ്റി ആയിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് 2-3 ബോട്ടിൽസ് വാങ്ങിക്കുന്നവരുണ്ട്, 25 മില്ലി ആയിട്ട് വാങ്ങിക്കുന്നവരുണ്ട്. ഇത് വളരെ എക്സ്പെൻസീവ് ആണെങ്കിലും ഇതിൻ്റെ ഗുണങ്ങൾ കൊണ്ടും ഇതിലടങ്ങിയിരിക്കണ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ കാണിച്ചിട്ടുള്ളത് കൊണ്ടും ഒരുപാട് പേര് ഇത് കുറേ ആയിട്ട് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഒറ്റ ബോട്ടിൽ, ഇപ്പോൾ ഇത് 25 മില്ലി അല്ല കേട്ടോ, ഇത് 15-20 മില്ലിയുടെ ഒക്കെ ബോട്ടിൽസ് അവൈലബിൾ ആണ്. നിങ്ങൾ പറഞ്ഞാൽ മതി. നമ്മൾ ആദ്യം ഞാൻ വിചാരിച്ചു വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ, അപ്പോൾ നമ്മളത് അങ്ങനെ തന്നെ എല്ലാവരും കൊടുക്കുന്നത് 10 ml ആണ് ഏറ്റവും കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ നമ്മുടെ എന്താ പറയുക ആയുർവേദ ഷോപ്പുകളിലൊക്കെ ആണെങ്കിലും കൊടുക്കുന്നത്. അപ്പോൾ അത് കാരണം എല്ലാവർക്കും ഉപയോഗിക്കാൻ അങ്ങനെയാണ്. മറ്റുള്ളതുപോലെ നമുക്ക് 100 ml കാര്യങ്ങളൊന്നുമല്ല, അത്ര എക്സ്പെൻസീവ് ആണ്, നമുക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ ഗുണവും ഉണ്ട്, അതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ചേർത്തിരിക്കുന്നതും. അപ്പോൾ അതിൻ്റെ കുറേ വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുതിയ വ്യൂവേഴ്സ് കയറിയിട്ട് എന്താണാവോ എന്ന് വിചാരിക്കേണ്ട, കുങ്കുമാതി തൈലം അടിച്ചു കൊടുത്താൽ ഒരുപാട് കാര്യങ്ങൾ അതിന് കിട്ടും. ഒരുപാട് നമ്മുടെ ചാനലിലാണ് ഞാൻ ഉണ്ടാക്കുന്നതും അതിന് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുങ്കുമാതി തൈലം. ഇത് പാക്കഡ് ആണ്. അപ്പോൾ ഇത് ചോദിക്കുന്നവർ 2 മാസം 3 മാസമൊക്കെ കാത്തിരിക്കേണ്ടി വരാറുണ്ട്. കാരണം ഉണ്ടാക്കി വെച്ചത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് കഴിയും. പിന്നെ ഈ പറഞ്ഞ പോലെ സെഫ്രോണും ചന്ദനമൊക്കെ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് വരുത്തുമ്പോൾ സമയമെടുക്കും. അതൊക്കെ കൂട്ടിയിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അറിയാൻ മുന്നത്തെ വീഡിയോസ് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, നമ്മുടെ കുങ്കുമാതി തൈലം എന്നൊക്കെ അടിച്ചു കൊടുത്താൽ മതി, കിട്ടും. ഇത് 15 ml ആണ്. അതുപോലെ 15 ml 20 ml ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം നമ്മുടെ സ്കിന്നിന് ഒരു കെയർ കൊടുക്കാനാണെങ്കിലും നമുക്കിതൊന്നും നമ്മുടെ ഗ്ലോവിങ്ങോ ബ്രൈറ്റനിങ്ങോ ഒന്നും ആവശ്യമില്ലെങ്കിലും നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് ഞാൻ പറഞ്ഞു പോവാം, കുറേ ഉണ്ട്, കുറച്ച് ഞാൻ പറഞ്ഞു പോവാം. ഇതിൽ നമ്മുടെ രക്തചന്ദനമുണ്ട്, അതേപോലെ തന്നെ വൈറ്റ് ചന്ദനമുണ്ട്, പിന്നെന്താ രാമച്ചം, നാൽപ്പാമരില്ല കേട്ടോ, നാൽപ്പാമര അധികാരത്തിലാണ്, രാമച്ചമുണ്ട്, പിന്നെ മഞ്ചിഷ്ടി ഉണ്ട്, ലിക്കോറൈസ് ഉണ്ട്, താമരയല്ലി, നീലത്താമര എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ അല്ലി, താമര അല്ലി ഉണ്ട്. പിന്നെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ സാഫ്രോൺ ഉണ്ട്, പിന്നെ പതിമുഖം, പിന്നെ ആട്ടിൻപാല്, എള്ളെണ്ണ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ 2-3 പ്രോസസ്സിലൂടെയാണ് ഉണ്ടാക്കുന്നത് ഇത്. അപ്പോൾ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ അപ്ലൈ ചെയ്യുന്നതൊക്കെ ഞാനൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടോളൂ. എനിക്കിപ്പോൾ ശരിക്കും പറയാന്ന് വെച്ചാൽ ഇത് തുറന്ന് കഴിഞ്ഞ് ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവർ കൊടുക്കാനായിട്ട് പറ്റില്ല. നമുക്കത് ഇത് എപ്പോഴും ഓർഡർ ഉണ്ട്. ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത് വലിയൊരു എന്താ പറയുക, ഭയങ്കര ഒരു റിസ്ക്കുള്ള പണിയാണിത്. നമ്മൾ അത്രയധികം നമ്മളൊന്ന്
ഇതിലേക്ക് തന്നെ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് ചെയ്യണം. അതുകൊണ്ട് എനിക്ക് മടിയാവുന്നുണ്ട് ഇപ്പോൾ ഇത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. പക്ഷെ ഒത്തിരി പേര് ആവശ്യക്കാരുണ്ട്, നമ്മളത് ചെയ്തു കാണിക്കും ചെയ്തു, ഫീഡ്ബാക്കും ഉണ്ട്. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാനത് വൈകും നിങ്ങൾക്ക്. പക്ഷെ ഇപ്പോൾ കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് കിട്ടും, അല്ലാത്തവർ കുറച്ചും കൂടി കാത്തിരിക്കേണ്ടതായിട്ട് വരും. കുറച്ച് സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ കേട്ടോ. അപ്പം ഏറ്റവും എല്ലാ സ്കിന്നിൻ്റെ എല്ലാ പ്രോബ്ലങ്ങൾക്കും ഒറ്റ പരിഹാരം എന്ന് പറയാം. എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപയോഗിക്കാം. നമ്മുടെ സ്കിന്നിന് കെയർ കൊടുക്കുന്നതാണ്, വേറെ ഒന്നും നമുക്ക് അതിന് ബെനിഫിറ്റ്സ് ഒന്നും വേണ്ടെങ്കിൽ അത് കിട്ടിക്കോളും. പക്ഷെ നമുക്ക് സ്കിന്നിന് നന്നായിട്ട് കെയർ ചെയ്യും. ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ബെസ്റ്റാണ്, അവർക്ക് എന്തോരം പ്രോബ്ലങ്ങളാണ്. അപ്പം എല്ലാവർക്കും ബെസ്റ്റാണ്. ഈ ഡ്രൈ സ്കിന്നുകാർക്ക് ഏതെങ്കിലും ഒരു ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു കാര്യം തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ അധികം നീട്ടുന്നില്ല. അപ്പോൾ ഈ കുങ്കുമാതൈലത്തിൻ്റെ ഒരു കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക് ഞാൻ കൊടുക്കാം. എല്ലാവരും അങ്ങനെ സമ്മതിച്ചു എന്ന് വരില്ല, നമ്മളെ പേഴ്സണലായിട്ട് അറിയിക്കും. പക്ഷെ അവർക്ക് അതൊരു പബ്ലിക്കിനെ ചിലപ്പോൾ അറിയിച്ചു എന്ന് വരില്ല. ചിലവരൊക്കെ കമൻറ്റ് ഇടാറുണ്ട്. പക്ഷേ എങ്കിലും ഇതിപ്പോൾ പെർമിഷനോട് കൂടിയാണ് ഞാൻ വോയിസ് റെക്കോർഡിങ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒരാളുടെ, അതായത് അധികം നാളെ ആയിട്ടില്ല അവർ വാങ്ങിച്ചിട്ട്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് റിസൾട്ട് കിട്ടി സന്തോഷമൊക്കെ അവരെ അറിയിച്ചപ്പോൾ അതിനകത്ത് ഒരു വോയിസ് അവർ ഒരുപാട് പ്രോഡക്റ്റ് നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, അതിലൊക്കെ റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗ്ലൂട്ട, പിഗ്മെന്റേഷൻ മിക്സ് എല്ലാം അതിനോട് കൂടി ഇതും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഞാൻ അധികം പറഞ്ഞിട്ടില്ല, കസ്റ്റമറുടെ റിവ്യൂ ഇട്ടിട്ടില്ലേ. പിഗ്മെന്റേഷൻ മിക്സിനൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ട്, ഹെയർ ഓയിലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇടാന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ആ കസ്റ്റമറിൻ്റെ ഒരു ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ടൈം ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് ഇടാം കേട്ടോ. ഓർത്തിരിക്കുകയായിരുന്നു. കുങ്കുമാതി തൈലം ഇച്ചിരി ഡ്രോപ്പ് ഇടുമ്പോൾ തന്നെ നല്ല ബ്രൈറ്റനിങ് ആണ്, നല്ല വാസനയാണ്. കുങ്കുമാതി തൈലം അത്രക്ക് സൂപ്പർ റിസൾട്ടാണ്. അപ്പോൾ അതും കൂടി കാണാം. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കണമെന്ന് ഒരിക്കലും നിർബന്ധം പറയില്ല. നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ സെയിലിനായിട്ടല്ല, ഓരോ പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് പിന്നെ നമ്മൾ സെയിൽ ചെയ്ത് തുടങ്ങിയതാണ് ചോദിക്കുമ്പോൾ. മനസ്സിലായില്ലേ? ഒറിജിനൽ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ പിന്നെ അവർ നമ്മളോട് തന്നെ ഒറിജിനൽ കിട്ടാൻ ചോദിക്കുമ്പോൾ അങ്ങനെ നമ്മളിത് സെയിൽ ചെയ്ത് തുടങ്ങിയതാണ്. സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെതായ രീതിയിൽ എല്ലാം പഠിച്ച് ചെയ്തിട്ടേ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിനെ മേടിക്കുന്ന ഒരാളോട് നിർബന്ധം പറയില്ല. പക്ഷെ ഞാൻ ഒറ്റ കാര്യമാണ് പറയുള്ളൂ, നമ്മൾ ഒരു കാര്യം മേടിക്കുമ്പോൾ, കാശ് കൊടുത്ത് മേടിക്കുമ്പോൾ അത് ഒറിജിനൽ ആണെന്നും പ്യുവർ ആണെന്നും ഫസ്റ്റ് ക്വാളിറ്റി ആണെന്നും ഉറപ്പ് വരുത്തിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഫലം ലഭിക്കൂ. അതേപോലെ ഓരോന്നും അതിൻ്റെതായ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ഫലം കിട്ടൂ. എളുപ്പത്തിൽ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാതെ വേറെ ഒരു ഫലം കിട്ടില്ല. നമുക്ക് സെയിലാവുന്നല്ലാണ്ട് ഫലം കിട്ടത്തില്ല. അവർക്ക് ഉപയോഗിക്കുന്നവർക്ക് ഫലം കിട്ടണ്ടേ, അതല്ല നമ്മുടെ വിജയം. നമ്മൾ ചെയ്യുന്നതിനൊരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നത് അങ്ങനെയല്ലേ, അതുകൊണ്ടാണ്. അപ്പം നീളുന്നില്ല. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് വേണ്ടവർ വാട്സപ്പിലാണ് ബുക്കിംഗ് വരുന്നത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഇതൊക്കെ കൊടുത്തേക്കാം. നേച്ചറിൽ മാത്രം നമ്മളുടെ കെമിക്കൽ അടങ്ങിയ ഒരു കാര്യം നമ്മൾ ഉപയോഗിക്കുന്നില്ല. പിന്നെ കെമിക്കലല്ല, നമ്മുടെ ഈ എന്താ പറയുക, ക്രീമുകളിലൊക്കെ അത് പ്രിസർവേറ്റീവ്ഡ് ആണ്. കാരണം അത് റൂം ടെമ്പറേച്ചറിൽ ഉപയോഗിക്കേണ്ടവർക്കൊക്കെ അത് അങ്ങനെയാണ്. അത് ഈ ഓർഗാനിക്കിൽ ചേർക്കേണ്ട സംഭവങ്ങളുണ്ട്, അതനുസരിച്ചാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.